ഓർഡർ ചെയ്താൽ ദിവസങ്ങൾക്കകം സാധനം നമ്മുടെ വീടിന്റെ പടിക്കൽ എത്തും. അത്തരത്തിലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും ഇന്ന് വളരെയധികം ഒരുപാട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാം സാധനങ്ങൾ വാങ്ങുന്ന രീതി ഇപ്പോൾ നേരിട്ട് ഒരു കടയിൽ പോയി വാങ്ങുന്നതിനേക്കാൾ ഫോണിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം നമുക്ക് നിമിഷങ്ങൾക്കകം തന്നെ ഓർഡർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത്തരത്തിൽ ഓൺലൈൻ ആയിട്ടുള്ള വിതരണത്തിന്റെ പേരിൽ പല തട്ടിപ്പുകളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത സാധനം തന്നെ എത്താറില്ല. പലപ്പോഴും ആളുകളെ കബളിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും വാർത്തകളായിട്ട് വരാറുണ്ട്. ഇപ്പോഴിതാ പ്രമുഖ ഓൺലൈൻ വിതരണ പ്ലാറ്റ്ഫോമായ ആമസോണിൽ നിന്ന് ലഭിച്ച പാഴ്സലിനുള്ളിൽ മൂർഖം പാമ്പിനെയാണ് കണ്ടിരിക്കുന്നത്. ബാംഗ്ലൂരിലെ ദമ്പതികൾക്ക് ലഭിച്ച പാഴ്സലിലാണ് സാമാന്യം വലിയ പാമ്പിനെ കണ്ടത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരായ ദമ്പതികൾ എക്സ്ബോക്സ് കൺട്രോളറാണ് ഓർഡർ ചെയ്തത്. പറഞ്ഞ ദിവസം തന്നെ പാഴ്സൽ എത്തി. പക്ഷേ ഇത് തുറക്കുന്നത് മൊബൈൽ ക്യാമറയിൽ ഇരുവർ പകർത്തുകയും ചെയ്തു. കവർ പൊട്ടിക്കുന്നതിനിടെയാണ് മൂർഖം പാമ്പിനെ കണ്ടത്. പുറത്തു ചാടാൻ ശ്രമിക്കുന്നതിനിടെ പാഴ്സൽ പാക്ക് ചെയ്തിരിക്കുന്ന ടാപ്പിൽ പാമ്പ് കുടുങ്ങിപ്പോയതിനാലാണ് ഇത് തുറന്ന സമയത്ത് ആ ദമ്പതികൾക്ക് കടിയേൽക്കാതെ രക്ഷപ്പെട്ടത് എന്നാണ് അവർ പറയുന്നത്. വിവരം ഉടൻ തന്നെ കമ്പനി അധികൃതരെ അറിയിച്ചു. മാത്രമല്ല ഇവരത് പൊട്ടിക്കുന്ന സമയത്ത് മൊബൈലിൽ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തെളിവായി ഈ ഒരു കമ്പനിക്ക് വീഡിയോ കൈമാറുകയും ചെയ്തു. കമ്പനി ദമ്പതികൾക്ക് മുഴുവൻ തുകയും റീഫണ്ട് ചെയ്തു. പിടികൂടിയ പാമ്പിനെ പിന്നീട് സുരക്ഷിതമായ സ്ഥലത്ത് വിട്ടയക്കുകയും ചെയ്തു. പാമ്പിനെ കണ്ടെത്തിയ വിവരം അറിയിച്ചെങ്കിലും ഇത് സംബന്ധിച്ച് കാര്യമായ നടപടികളൊന്നും ആദ്യം ഉണ്ടായില്ലെന്നാണ് ദമ്പതികൾ പറയുന്നത്. പാഴ്സലിനുള്ളിൽ പാമ്പ് കയറാനിടയായത് കമ്പനിയുടെ നിരുത്തരവാദപരമായ പെരുമാറ്റം കൊണ്ടാണെന്ന് ഇരുവരും ആരോപിക്കുന്നത്. ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്തതാണെന്നും അവർ പറഞ്ഞു. സംഭവം പരിശോധിച്ച് തുടർ നടപടികൾ അറിയിക്കുമെന്ന് കമ്പനി അധികൃതർ അറിയിച്ചെങ്കിലും പിന്നീട് നഷ്ടപരിഹാരമോ ഔദ്യോഗിക ക്ഷമാപണമോ ആദ്യം കമ്പനിയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടില്ലെന്നാണ് ദമ്പതികൾ പറഞ്ഞത്. അധികം വൈകാതെ തന്നെ അത്തരത്തിലുള്ള ഒരു പ്രതികരണം കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ദമ്പതികൾ ഈ ഒരു സംഭവം ഉണ്ടായ അടുത്ത നിമിഷത്തിൽ പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് ഇത് വാർത്തയായി പരന്നതോടെയാണ് ഉപഭോക്താവിനുണ്ടായ അസൗകര്യത്തിൽ ആമസോൺ ഖേദം പ്രകടിപ്പിച്ചത്. വിഷയം പരിശോധിക്കും. ആമസോൺ ടീം ദമ്പതികളുമായി ബന്ധപ്പെടുമെന്നും ആമസോൺ എക്സിൽ കുറിച്ചു. പാമ്പിന്റെ വീഡിയോ വൈറലായതോടെ നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിൽ ആമസോണിനെ വിമർശിച്ച് രംഗത്തെത്തിയത്. അപ്പോൾ ഇത്തരത്തിലുള്ള പാഴ്സലുകൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. തുറക്കുന്ന സമയത്ത് പരമാവധി അത് വീഡിയോ എടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് തെളിവായി കമ്പനിയെ അറിയിക്കാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് സമാനമായ രീതിയിൽ മറ്റൊരു വാർത്തയും പുറത്തു വന്നിരുന്നു. അതായത് ഓൺലൈനായി ഓർഡർ ചെയ്ത ഐസ്ക്രീമിൽ നിന്ന് മനുഷ്യന്റെ വിരൽ കഷ്ണം കിട്ടിയെന്ന പരാതിയുമായി ഒരു മുംബൈ സ്വദേശി ഡോക്ടർ ഒർലെ ബ്രന്റ് സെറാവോ രംഗത്തെത്തിയതും വലിയ വാർത്തയായിട്ടുണ്ടായിരുന്നു. സെപ്റ്റോ ആപ്പ് വഴിയാണ് ഐസ്ക്രീം ഓർഡർ ചെയ്തത്. സംഭവത്തിന്റെ വീഡിയോ ദൃശ്യം സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഡോക്ടർ സെറാവോയുടെ നിർദ്ദേശപ്രകാരം സഹോദരിയാണ് ഐസ്ക്രീം ഓർഡർ ചെയ്തത്. യമോ ബ്രാൻഡിന്റെ 3 കോൺ ഐസ്ക്രീമുകളാണ് വാങ്ങിയത്. അതിൽ ഒരു ഐസ്ക്രീം കഴിക്കുന്നതിനിടയിൽ നാവിൽ എന്തോ തട്ടിയതുപോലെ തോന്നിയതായി സെറാവോ പറഞ്ഞു. നട്ടോ ചോക്ലേറ്റോ ആയിരിക്കുമെന്ന് കരുതിയെങ്കിൽ പിന്നീട് നോക്കിയപ്പോഴാണ് അതൊരു കൈവിരലിന്റെ ഭാഗമാണെന്ന് മനസ്സിലായത്.